സുഹൃത്തുക്കളെ, പിന്നെ ഞാൻ വയനാട് വന്നതാണ്. ഇവർ കുറേ ദിവസമായി പിന്നെ എന്നെ വിളിക്കുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങേ അറ്റത്താണ്, എന്താ പറയുക, പനമരം എന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ട് 4 മൈൽ കഴിഞ്ഞിട്ട് ഒരു പമ്പിൻ്റെ പല സ്ഥലത്തും വയനാട് ഭാഗത്ത് ഇവരുണ്ടാവും. ഒരുപാട് ആൾക്കറിയാം. റംലാത്തയാണ് ഉള്ളത്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അവരുടെ ഒരു കഷ്ടപ്പാടും പ്രയാസങ്ങളും അറിയണം. പക്ഷെ എന്നാലും ജോലി ചെയ്ത് ജീവിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മാഷേ, എന്തൊക്കെ നല്ല വിശേഷം. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എത്രയായി നിങ്ങളെ വിളിക്കുന്നത്, കുറേ മെസ്സേജ് ഇടും. ഫുള്ളൊന്നും എനിക്ക് കാണാനും പറ്റാറില്ല. തിരക്കല്ലേ. എന്നാലും വയനാടിൻ്റെ ഇങ്ങേ ഭാഗത്ത് വന്നു. കാരണം ഈ വീഡിയോ ചെയ്യുന്നതോട് കൂടി ഞാൻ കുറേ റിസ്ക് എടുത്താണ് ഇങ്ങോട്ട് വരാന്. വളരെ സന്തോഷങ്ങൾ. അള്ളാഹു ഇരു സ്ഥലത്തും അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ. അപ്പൊ അതിന് തന്നെയാണ് നമ്മൾ വരുന്നത്. ഏതായാലും ആളുകളോട് വിഷയങ്ങൾ പറയാണ്ട്. റംലാത്താക്ക് ഉമ്മ ഇല്ല, ഉപ്പ ഇല്ല, ആരും ഇല്ല അല്ലേ? ഒറ്റക്കാണ്. എന്റെ ഉപ്പ മരിച്ചിട്ട് 21 വർഷമായി. ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ 47 ദിവസം ഉപ്പ കിടന്നിട്ടുള്ളൂ. ഉപ്പ മരിച്ചുപോയി. ഉമ്മാക്ക് തലക്ക് ഒരു നരമ്പിന്റെ ഉള്ളിൽ കൂടെ ബ്ലോക്കാന്നായിരുന്നു പറഞ്ഞത്. ലാസ്റ്റ് നോക്കുമ്പോ അതും ഇങ്ങനത്തെ രോഗാന്നാ പറഞ്ഞത്. എനിക്ക് പിറവിയില് ജനിച്ചപ്പോഴേ 1.5 വയസ്സായപ്പോ എന്റെ 2 അരക്കിന് കീഴ്പ്പെട്ട് തളർന്നു പോയതാണ്. പനി വന്നിട്ടാണ് ഉമ്മ പറഞ്ഞത്, കേട്ടറിവ്. സ്കൂളൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. മദ്രസയിലും ഈ വിഷയം പറഞ്ഞത് നമ്മുടെ തേലക്കാട് മൻസൂറും ഹസീനയാണ്. ഒരു നിരന്തരം എന്നെ ശല്യം ചെയ്യാറ്, നല്ല ശല്യം ചെയ്യലാണ്. മാഷ ഒന്ന് പോവുകയാണ്ട്. അപ്പൊ നിങ്ങളെ വിഷയം ഇപ്പൊ എന്തായിരുന്നു? അതിന് മുന്നേ നമുക്ക് വിഷയത്തേക്ക് വരുന്നതിന് മുന്നേ ഏതായാലും ഇരുന്നാണ് കച്ചവടം ചെയ്യല്ലേ? സാറില്ല കേട്ടോ. ഏതായാലും എന്റെ ഈ വരവ് നിങ്ങൾക്ക് ഒരു ഗുണമാവണം കേട്ടാ. അതാണ് ഇത്രയും കഷ്ടപ്പെട്ട്. പിന്നെ ഇവരെന്നോട് പറഞ്ഞത് എന്നെ കാണാഞ്ഞിട്ട് മാഷ എണ്ണ പൈസ വേണമെങ്കിൽ ഞാൻ തരാന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവങ്ങളില്ല കേട്ടോ. നിങ്ങളെ സങ്കടം കൊണ്ട് പറയണം, എങ്ങനെയെങ്കിലും ഞാൻ വന്നോട്ടെ എന്നുള്ളത്. ഒരു ചെറിയൊരു വീട് അല്ലേ? അപ്പൊ ഞാൻ അതിന് മുന്നേ പറയട്ടെ, എണ്ണ പൈസ ഒന്നും ഞാൻ ഒരാളടുത്ത് മേടിക്കാനില്ല കേട്ടാ. നിങ്ങളത് എനിക്ക് മനസ്സിലായി. ചേർത്ത് പിടിക്കുന്നതില് അള്ളാഹു എല്ലാ ഇതും നിങ്ങൾക്ക് തരട്ടെ. ആമീൻ ആമീൻ. ആട്ടാ, ഞാൻ എന്താ പറയാ, ഒരു ദിവസം എന്റെ ഒപ്പം എന്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാരും വണ്ടിയിലുണ്ട്. അത് സാരില്ല. എന്തൊക്കെ സാധനം നമുക്ക് വിഷയം പറയാം. വീട് എന്താ തകർന്നു അല്ലേ? ചെറിയൊരു വീട്. അത് എവിടെയായിരുന്നു സ്ഥലം? ഇവിടെ പാലമുക്ക്, ഈസ്റ്റ് പാലമുക്ക്. ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത് 2-4, അതിന്റെ തൊട്ടപ്പുറത്തെ മഹല്ലില്. ആയിക്കോട്ടെ, നമ്മൾ ആ വീട്ടിലൊന്ന് പോവാ, വാടക വീട്ടിലൊക്കെ പോവാ. ഓക്കെ. ഇവിടെ എന്തൊക്കെയുണ്ട് സാധനം? ഇവിടെ ഞാൻ പുളി, പിന്നെ വത്തക്ക, പൈനാപ്പിള്, ഇതൊക്കെയാണ് ഞാൻ വിൽക്കുക. എവിടെയൊക്കെ വിൽക്കാറുണ്ട് ഈ സാധനങ്ങൾ? ഞായറാഴ്ച ഈ ബസ് ഇതേതാ സ്ഥലം പറഞ്ഞു കൊടുക്കി? തോണിച്ചാലുണ്ടാവും. പിന്നെ കല്യാണത്തും പള്ളീന്റെ മുമ്പിൽ വെള്ളിയാഴ്ച പോവും. പിന്നെ ഉത്സവം വെള്ളെടുത്ത് പോവും. പിന്നെ അതുപോലെ തന്നെ നേർച്ച സ്ഥലത്തുകളിൽ പോവും. അൽഹംദുലില്ലാ, ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു നല്ലത് കൊടുത്തോട്ടെ എപ്പോഴും. സാറില്ല കേട്ടാ. ഏതായാലും നമ്മളെന്നാല് പുളി എങ്ങനെ നിങ്ങൾ തന്നെ എന്താ ചെയ്യാറുള്ളത്? ഞാൻ തന്നെ തോലെടുത്ത് ഇടിച്ച് വിത്തൊക്കെ പോക്കി 140 ഉറുപ്പ്യക്ക് കൊടുക്കും. അതിൽ എനിക്ക് 30 ഉറുപ്പ്യ ഉണ്ടാവും. 30 ഉറുപ്പ്യ ഉണ്ടാവും അല്ലേ? പിന്നെ വത്തക്ക എന്തൊക്കെയാണ്? പിന്നെ എന്താ സോപ്പ് പൊടി എന്തോണ്ട്? അതുണ്ട്, തീർന്നതാണ്. ഇതൊക്കെ തീർന്നു അല്ലേ? ഏതായാലും നിങ്ങൾക്ക് ഒരു വീട് വേണല്ലേ? എനിക്ക് എന്താ പറയാ, 5 സെന്റ് പറഞ്ഞോളി. എന്താ പറഞ്ഞേ? അള്ളാഹ്ക്ക് യോജിച്ച ഒരു വീട്. എങ്ങനെ എന്റെ വീൽ ചെയർ പോയി, എനിക്ക് ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ബാത്റൂമില് മരിക്കുന്നതിലെടുക്കാൻ എനിക്ക് സുഖമായിട്ടൊന്ന് പോണം. അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും പോകാൻ പറ്റണില്ല. ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഇതാരും ഈ മുച്ചക്രം ബൈക്ക്? ഇത് KMCC. ഏത് KMCC? വനിതാ വിങ്. അൽഹംദുലില്ലാ, ഇത്താക്ക് ഒരുപാട് ഞാൻ അള്ളാഹിനോട് ഇതെടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഇതെന്റെ ഒരു കാലാണ് മാഷെ. ഇതെന്റെ ഒരു കാലാണ്, വണ്ടിയല്ല, ഒരു കാലാണ് ഇത്. അതുകൊണ്ട് എനിക്ക് വളരെ അവരോട് എത്ര കടപ്പാട് പറഞ്ഞാലും എനിക്ക് മതിയാവൂല. 100 പഞ്ചസാരക്ക് പോകാൻ ഒരാളെ കാല് പിടിക്കാണ്ട് എനിക്ക് ഇന്ന് ഇതിനെ കൊണ്ടാണ് സാധിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നുമില്ല, ആരുമില്ല, ഒറ്റക്കാണ്. വേണ്ട കല്യാണം വേണ്ടല്ലേ? സാറില്ല, പഠിച്ചോണ്ടാവും മേലെ. എനിക്കിഷ്ടം ഇങ്ങനെ ജീവിക്കാനാണല്ലേ? പിന്നെ ഞാൻ ഇവരെ മുന്നിലേക്ക് വരുന്നത്, ഇവരെ മുന്നിലേക്ക് ഞാൻ വരുന്നത്
എന്റെ ഈ വീടിന്റെ ഒറ്റ കാരണം കൊണ്ട് ഞാൻ കൈനീട്ടി യാചിക്കുന്നത്, ഒന്നിനു വേണ്ടിയിട്ടുമല്ല. നമ്മളെ കമ്മിറ്റിക്കാരടുത്തൊന്ന് പോവാ. അൽഹംദുലില്ലാ. ഏതായാലും ഭയങ്കര വെയിലും വെള്ളങ്ങള് ഭയങ്കര സമ്മതിച്ചു. ഞാൻ വിചാരിച്ചു എന്റെ കഷ്ടപ്പാടായിരിക്കും ഏറ്റവും വലുത് എന്നുള്ള. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കോട്ടക്കൽ നിന്നും വന്ന് ഒരുപാട് ഇങ്ങനെ എൻഡിലെത്തി. നിങ്ങളൊന്നും ബേജാറാണ്ട, അള്ളാഹു മേലെ. ഞാൻ എന്താ പറയുക, സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 മാസമായിട്ട് നിരന്തരം മൻസൂറാണ് ഏറ്റവും കൂടുതൽ വിളിക്കണത്. അങ്ങനെ നിർബന്ധിപ്പിക്കും. പക്ഷെ എനിക്ക് എന്താ പറയുക, സ്കൂളുണ്ട്. സ്കൂൾ ഇല്ലാത്തപ്പോഴല്ലേ പറ്റും. ഇന്നൊക്കെ നേരത്തെ പറഞ്ഞ ഒരുപാട് പരിപാടി ക്യാൻസൽ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. സാറില്ല കേട്ടോ, നിങ്ങൾ നല്ലതിനായിരിക്കും. നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. പിന്നെ അസ്സലാമു അലൈക്കും. ഉപ്പാന്റെ വീഡിയോ ഞാൻ എന്നും കാണലുണ്ട്. ഇത് ഞാൻ പരിചയപ്പെടുത്തരാം. ഇത് മോള് ഫിദ ഫൈസല്. ഇത് ഓളെ ഫ്രണ്ടാണ്. ആ, ഏതായാലും എല്ലാരും കൂടെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ വന്നിട്ടുള്ളത്. സാരില്ല. പിന്നെ പിന്നെ റംലാത്തന്റെ വത്തക്ക നോക്കാം. എത്ര ഈ കഷ്ണത്തിന് എത്ര? 10 റുപ്യന്റെ പീസ്. ഏതായാലും ആളുകൾ വന്ന് ഇവിടെ കാണുമ്പോ ഒക്കെ സാധനം മേടിക്കട്ടാ. രണ്ട് പുളി നമുക്ക് മേടിക്കാം. ഏതായാലും 2 ഉള്ളൂ ബാക്കി. ഇത് ഞാൻ മേടിച്ചു. പൈസ കേട്ടാ. പൈസ വേണ്ട, പൈസ തരും. അത് വേറെ വിഷയം. എനിക്ക് അങ്ങനെ സംഭവമില്ല. നമ്മളെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കിയുള്ള പരിപാടിയുള്ളൂ. സൗജന്യം ഒന്നും വേണ്ട. സന്തോഷായില്ലേ? നമ്മ കഴിക്ക്. സാരില്ല. കാണാതെ ഒക്കെ ശരിയാവും. പിന്നെ ഫെസിനതിൽ വണ്ടിയുണ്ട്, റിസിൽ വൈഫും ഉണ്ട് കേട്ടാ. പിടിക്കണ്ടല്ലേ? ഇത് ലാസ്റ്റ് വെക്കല. ഇനി നമ്മൾ എവിടെ പോണത്? വാടക താമസിക്കുന്ന സ്ഥലത്തേക്ക്. വീടുള്ളത് തകർന്നിട്ടുണ്ട്. നമ്മളവിടെ പോവാ. ഓക്കെ, ഞങ്ങൾ കാറായിട്ട് ബാക്കിൽ വരാം കേട്ടോ. അതായത് ചുരുക്കം തന്നെയാണ് ബാത്റൂം പോക്ക് തന്നെയാണ്. അയ്യോ, ഇതിലൊക്കെ എങ്ങനെ നിങ്ങൾ പോവാ? 5 നേരത്തിന് ഒരു നേരം ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു നേരം ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് എനിക്ക് ഇതിൽ നിന്ന് സാധിക്കേ. ബാത്റൂം പോകാൻ പറ്റൂലല്ലേ? ആദ്യത്തെ അതുപോലെ തന്നെ 5 നേരത്തിന് ഒരു നേരേ എടുക്കുള്ളൂ. സാധിക്കുന്നില്ല, പോകാൻ പറ്റില്ല. ഓക്കെ, സാറില്ല. ഏതായാലേ നല്ലൊരു ബാത്റൂം സൗകര്യമുള്ള വലിയ വീടല്ല ഉദ്ദേശിക്കണത്. ഒരൊറ്റ ബെഡ്റൂം, ഒരു കിച്ചണ്, ഒരു ഹാള്, അങ്ങനത്തെ ചെറിയൊരു, ഇവർക്ക് ഇങ്ങനെ വീൽ ചെയർ ഉള്ളിൽ ഇങ്ങനെ പോകണം. അതിലുദ്ദേശിച്ചത് ഒക്കെ ശരിയാവും. നോക്കാം. മെയിൻ വിഷയം ഈ ബാത്റൂം പോക്കൊക്കെയാണ്. ആകെ ചെറിയൊരു വീടാവാണ്ടല്ലേ? ബാത്റൂം പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. വീൽ ചെയർ പോയിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും അതേപോലെ തന്നെ എനിക്ക് 2 നേരം ബാത്റൂമിൽ ഒതുവെടുക്കാനും ഒന്നും എന്റെ അതിനെവിടെയും പറ്റണില്ല അല്ലേ? ഇവിടെ ഈ വാടകയ്ക്ക് താമസിക്കുന്ന കുയിലാണുള്ളത്.
ഇല്ലത് വളരെയധികം വിഷമത്തിലാണ്. പിന്നെ അപ്പൊ നമ്മൾ അവസാനം ഇപ്പൊ അവിടുന്ന് വന്ന് റംലാത്താന്റെ വീട്ടിൽ വാടക വീട്ടിലെത്തി അല്ല അവിടെ എത്തിയത് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്താം. ഇത് നിങ്ങളെ മഹലിൽ ഏതായിരുന്നു? ഈസ്റ്റ് പാലം ഏത് പഞ്ചായത്താ ശരിക്കും? പഞ്ചായത്ത്. മെയിൻ ടൗൺ പറയണെങ്കിൽ മാനന്തവാടി. നിങ്ങളുടെ പേര് പറയും. എന്റെ പേര് അബ്ദുൽ സത്താർ. സെക്രട്ടറിയാണ്, മഹൽ സെക്രട്ടറിയാണ്, അധ്യാപകനാണ്. ഇവരെ കൂട്ടി കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പേര്? എന്റെ പേര് അന്ത്രോട്ടി. അന്ത്രോട്ടി. കാഴ്ച കുറവുണ്ട്. മഹൽ കമ്മിറ്റി ഭാരവാഹിയാണ്. എന്റെ സുഹൃത്താണ്. ഇവരൊക്കെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സന്തോഷം. അയൽവാസിയാണ്. പിന്നെ ആരെ പരിചയപ്പെടുത്താനുള്ളത്? ഓക്കെ, ഏതായാലും പിന്നെ ഇവര് 2 മാസത്തോളായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഇവര് മാത്രല്ല, ഇവർക്കും വേണ്ടി ഇവരെ ഈ ഭിന്നശേഷിക്കാരെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മ ഉണ്ട്, അവരൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷെ കോട്ടക്കൽ നിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഞാനൊരു ടീച്ചറും കൂടെയാണ്. ഏതായാലും വരുമ്പോ നിങ്ങളൊക്കെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ഏതായാലും ഇവരെ പറ്റി ഒന്ന് പറയൂ, എന്താണ് അവസ്ഥ? ഇവരുടെ വീട്ടില് എവിടെ നിൽക്കുക? സ്ഥലം എവിടെ? ഈസ്റ്റ് പാലമുക്ക് പള്ളിയുടെ അവസ്ഥ അത് പിന്നെ ശോചനീയമാണ്. അത് തന്നെ. ഉപ്പയും ഉമ്മയും മരിച്ചു പോയതാണ്. പിന്നെ അവര് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇവള് അവിവാഹിതയാണ്. ഇപ്പൊ ഒരു ചെറിയൊരു വീട്ടിലങ്ങനെ താമസിക്കുകയാണ്. വീട് വേണമെന്ന് പല പ്രാവശ്യം അങ്ങനെ പറയാറുണ്ട്. ഇതിനായിട്ട് പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അന്നേരം പല സഹായങ്ങൾ ഇങ്ങനെ പിന്നെ ശേഷി ആയതുകൊണ്ട് അവളെ കൊണ്ട് മറ്റുള്ളവർ ആർക്കും ചോദിക്കാതെ തന്നെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു ചെറിയ കച്ചവടം പോലെ ഇങ്ങനെ വീൽ ചെയർ പലയിടത്തും ചെന്ന് ചെയ്യുന്നുണ്ട്. കൈ നീട്ടിയ ഇല്ല, അങ്ങനെ ആരോടും ഒരു കാര്യം വലിയ പ്രയാസം വന്നപ്പോ വീട് ഭയങ്കര ദീനിയാണ്. അവർക്ക് എപ്പോഴും പറയും, എനിക്ക് എപ്പോഴും ദിക്റുകളും മറ്റു സലാത്തുകളും ചൊല്ലി അങ്ങനെ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഉദ്ദേശിക്കുകയാണ്. വീടാണ് മെയിൻ ആയിട്ട് വേണ്ടത്. വീട്ടില് ചെറിയൊരു വീട്, ആ വീട്ടിൽ ബാത്റൂമിൽ പോകാനാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അതുപോലത്തെ വീൽ ചെയറിൽ പോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം. കാരണം ഇവര് പറഞ്ഞത് അപ്പൊ ഏതായാലേ പിന്നെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഏതാ? ഏത് ബാങ്കാ വേണ്ട പറഞ്ഞാ മതി. അറിയില്ലല്ലേ? ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ? അത് ഏതാന്ന് പറഞ്ഞേ കേക്കട്ടെ. പറയാനൊന്നും അറിയില്ലല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഏതാ നമ്മൾ വെക്കുന്നത് കാനറ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ വെക്കുന്നുണ്ട്. ഗൂഗിൾ പേ നമ്പർ ഞാൻ വായിക്കാം. ഇതെത്ര ഒന്ന് വായിച്ചു കൊടുത്ത്. നിങ്ങൾക്ക് അറിയില്ലല്ലേ? അവർക്ക് അറിയില്ല. 75 അത് കൺഫേം ചെയ്യണം. ഇതൊന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേടി. 75 93 02 82 73. ഓക്കെ, ഇത് കാനറ ബാങ്ക് റംല ചുണ്ടക്കണ്ടി. പിന്നെ ഏത് ബ്രാഞ്ച് കാനറ ബാങ്ക് എവിടെയാണ് ഇത് സ്ഥലം? കറക്റ്റ് ആളുകൾക്ക് കൺഫ്യൂഷൻ അതിന്റെ ഒരു ഫോട്ടോ ചെയ്യും. അപ്പൊ ആദ്യമായിട്ടൊന്നുമല്ല ഇതിന് ദ്വാരക. ഓക്കെ, അപ്പൊ വെക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ പേരിലാണ് നമ്മള് പറ്റുന്ന ആളുകൾ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ സഹായിക്കണം. ഇനി എന്തെങ്കിലും വീടിന് വേണ്ട മെറ്റീരിയൽ വസ്തുക്കളൊക്കെ സഹായിക്കുന്നവർ നെയ്യത്ത് വെച്ച ആളുകളൊക്കെ ഉണ്ടാവും, ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും, പഠിച്ചവൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പുതിയ വീടിന്റെ കുടിരിക്കലിന് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നിങ്ങളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇൻഷാല്ലാഹ് സഹായിച്ചോളൂ. നമ്മള് വീട് ഏറ്റെടുത്ത് ഒരുപാട് വീടിന്റെ കാണുന്ന ആളുകൾ കിട്ടും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോ ഒരുപാട് വീട് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോട് വീട് നിർമ്മിച്ചു ഒക്കെ അങ്ങനത്തെ ആളുകളാണ് നമുക്കുള്ളത്. അപ്പൊ അത്രയും സത്യസന്ധമായ വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ. മീൻസ് അതിനുള്ള സമയമില്ല, അധ്യാപകനാണ്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പാട് കണ്ടപ്പോ ബുദ്ധിമുട്ടി കോട്ടക്കൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എന്നോട് പറഞ്ഞ എണ്ണ പൈസ തരാന്നാ പറഞ്ഞത്. സാക്ഷികളൊന്നും എന്റെ അടുത്തില്ല. ഇത് നമുക്ക് നമ്മളെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ചെലവാക്കി അതിനനുസരിച്ചുള്ള ഇതുള്ള പരിപാടിയാണുള്ളത്. അപ്പൊ അവരുടെ സങ്കടം കൊണ്ട് പറയണം എങ്ങനെയും വരാനും വേണ്ടിയിട്ട്. ഒന്നും വേണ്ട, ജനങ്ങളെ സഹായിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കുടിയിരിക്കൽ നമുക്ക് നടത്തണം.